വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. മാസാമാസം ശമ്പളം വരുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയമായി ഒരു തുക അക്കൗണ്ടിൽ നിന്ന് കട്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ആക്സിഡന്റ് കവർ, പിന്നെ ബാങ്ക് വഴിയെടുത്ത മറ്റു ചില പോളിസികൾ, അങ്ങനെ പലതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. എന്നാൽ വർഷങ്ങളായി പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ഈ പോളിസികളെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും ആവശ്യമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഷുറൻസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഇൻഷുറൻസ് പോളിസികൾ ശരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ അനാവശ്യമായി പണം കളയുകയാണോ എന്ന് എങ്ങനെ കണ്ടെത്താം? എന്താണ് ഓവർ ഇൻഷുറൻസ്? ഓവർ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് ഒരേ ആവശ്യത്തിന് തന്നെ പല പോളിസികൾ എടുക്കുക, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫീച്ചറുകൾക്ക് വേണ്ടി പണം മുടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ സാമ്പത്തിക ചുറ്റുപാടിന് ഒട്ടും ആവശ്യമില്ലാത്ത പഴയ പോളിസികൾ തുടർന്ന് കൊണ്ടുപോവുക എന്നിവയാണ്. ഇത് എങ്ങനെ പരിഹരിക്കാം? ചില സിമ്പിൾ സ്റ്റെപ്സുകൾ പരിശോധിക്കാം. നിങ്ങളുടെ എംപ്ലോയർ നൽകിയവ, ബാങ്ക് വഴി എടുത്തവ, ഏജന്റ് വഴി എടുത്തവ എന്നിങ്ങനെ എല്ലാ പോളിസികളുടെയും ഒരു ലിസ്റ്റ് ആദ്യം തയ്യാറാക്കുക. അതിലെ കവറേജ് തുക, അടയ്ക്കുന്ന പ്രീമിയം, പോളിസി കാലാവധി എന്നിവ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരേ ആവശ്യത്തിന് തന്നെ നിങ്ങൾ 2-3 പോളിസികൾ എടുത്തിട്ടുണ്ടാകും. നമ്പർ 2, ഹെൽത്ത് ഇൻഷുറൻസിലെ ഇരട്ടിപ്പ്. ഒന്നിലധികം ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ നിങ്ങളുടെ ബില്ലിനേക്കാൾ കൂടുതൽ തുക നിങ്ങൾക്ക് പല പോളിസികളിൽ നിന്നായി തിരികെ കിട്ടില്ല എന്ന കാര്യം ഓർക്കുക. അതിനാൽ വെറുതെ അനാവശ്യമായി ഒന്നിലധികം ഹെൽത്ത് പോളിസികൾക്ക് ഉയർന്ന പ്രീമിയം അടയ്ക്കുന്നതിൽ അർത്ഥമില്ല. നമ്പർ 3, ലൈഫ് ഇൻഷുറൻസും നിങ്ങളുടെ ആവശ്യങ്ങളും. നിങ്ങൾക്ക് ഒരുപാട് ചെറിയ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ പൂർണ്ണമായ കവറേജ് അതിൽ നിന്ന് ലഭിക്കണമെന്നില്ല. അതുപോലെ നിങ്ങളുടെ ഭവന വായ്പകളൊക്കെ തീർന്നു, മക്കൾക്ക് സ്വന്തമായി വരുമാനമായി എങ്കിൽ ലക്ഷങ്ങൾ പ്രീമിയം അടയ്ക്കുന്ന പഴയ വലിയ പോളിസികൾ ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കാം. ആഡ് ഓൺസ് ആൻഡ് റൈഡേഴ്സ്. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, ആക്സിഡന്റ് കവർ എന്നിങ്ങനെയുള്ള റൈഡറുകൾ ചിലപ്പോൾ ഉപകാരപ്രദമാണ്. എന്നാൽ ലഭ്യമായ എല്ലാ ഫീച്ചറുകളും പണം കൊടുത്തു വാങ്ങി പോളിസിയുടെ ചിലവ് വെറുതെ വർദ്ധിപ്പിക്കരുത്. നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവ തിരഞ്ഞെടുക്കുക. ശ്രദ്ധിക്കുക, പെട്ടെന്ന് പോളിസികൾ ക്യാൻസൽ ചെയ്യരുത്. പുതിയൊരു പോളിസി കണ്ടു എന്ന് കരുതി പഴയത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യരുത്. പഴയ പോളിസികളിൽ നിങ്ങൾ ഇതിനോടകം പല വെയിറ്റിംഗ് പീരീഡുകളും പൂർത്തിയാക്കിയിട്ടുണ്ടാകും. പോളിസി മാറ്റുമ്പോൾ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പോളിസി പരിശോധിക്കുമ്പോൾ ഈ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. എന്ത് സാമ്പത്തിക നഷ്ടത്തിൽ നിന്നാണ് ഈ പോളിസി എന്നെ സംരക്ഷിക്കുന്നത്? നമ്പർ 2, എൻ്റെ കുടുംബത്തിന് എത്ര തുകയുടെ കവറേജ് ആവശ്യമുണ്ട്? നമ്പർ 3, ഇതേ ആവശ്യത്തിന് എനിക്ക് വേറെ പോളിസി നിലവിലുണ്ടോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയം അടയ്ക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് നമുക്കും കുടുംബത്തിനും കൃത്യമായ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ഒരുപാട് പോളിസികൾ വെറുതെ വാങ്ങിക്കൂട്ടുന്നതിന് പകരം കൃത്യമായ ലക്ഷ്യമുള്ള കുറച്ച് പോളിസികൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇന്ന് തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് ഫയലുകൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.